ഖുർആനിനേക്കാളും സുന്നത്തിനേക്കാളും ഈ പണ്ഡിത വേഷധാരികളുടെ വാക്കുകൾക്ക് പ്രാമാണികത കൽപ്പിക്കുന്ന സമൂഹത്തെ അടിസ്ഥാനരഹിതമായ ഇത്തരം ഫത്വകളിലൂടെ അതിഗുരുതരമായ ഖബറാരാധനയിൽ തന്നെ തളച്ചിടുന്നതിനാണ് ഇവർ ശ്രമിക്കുന്നത്. ആധുനിക സമൂഹത്തിൽ അതിമാരകമായി ബാധിച്ച ഖബറാരാധനയുടെ നേർക്കാഴ്ചയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. മൺമറഞ്ഞവരുടെ മക്ബറകളിൽ കൈയുയർത്തി പ്രാർത്ഥിക്കുന്ന ഈ കപട പാണ്ഡിത്യം സമൂഹത്തെ വഴിതെളിക്കുന്നത് അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത ശിർക്കിലേക്കാണെന്നതിൽ ഒട്ടും സംശയമില്ല. മതത്തിന്റെ പ്രാമാണിക ചട്ടക്കൂടിനെ നിരാകരിച്ചവർക്ക് അന്യമതാചാരങ്ങളും മതമായി പരിചയപ്പെടുത്താൻ തടസ്സങ്ങൾ ഏതുമില്ല. അഗ്നി ആരാധനയുടെ ഏറ്റവും പ്രചാരം നേടിയ രൂപമായ ദീപാരാധന ഹൈന്ദവ ക്ഷേത്രങ്ങളിലും മറ്റും ബഹുദൈവാരാധനയുടെ വേറിട്ട് നിൽക്കുന്ന രൂപമാണ്. എന്നാൽ ഖബറാരാധകരുടെ ഇടയിൽ പ്രചാരം സിദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കർമ്മം ഇന്ന് കേരളത്തിലും സാർവത്രികമായി കൊണ്ടിരിക്കുകയാണ്. പൗരോഹിത്യത്തിന്റെ വീൺവാക്കുകളിൽ വിശ്വാസ വൈകല്യം സംഭവിച്ച ഒരു സാധു മനുഷ്യൻ മക്ബറയിൽ ഭക്ത്യാദരപൂർവം നിലവിളക്ക് കത്തിക്കുന്ന അതിദയനീയമായ രംഗമാണിത്. ലോകരക്ഷിതാവായ അല്ലാഹുവിന് മാത്രം അർപ്പിക്കേണ്ട പരമമായ ആരാധനാരൂപമാണ് സുജൂദ്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ വസ്തുക്കൾക്കോ രൂപങ്ങൾക്കോ മുമ്പിലുള്ള സുജൂദ് അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത കൊടിയ ശിർക്കാണെന്നതിൽ ഒട്ടും സംശയമില്ല. തീരാ സങ്കടങ്ങളുടെ കാണാ കയങ്ങളിൽ പെട്ടുവേളുന്ന പാമര ജനങ്ങളെ വിശ്വാസ ചൂഷണത്തിനിരയാക്കി ഏകദൈവാരാധനയുടെ പ്രതീകമായ സുജൂദ്, റുകൂഅ് എന്നിവ ശിർക്കൻ വിശ്വാസത്തിന്റെ വിഹാര കേന്ദ്രമായ മക്ബറകളിൽ വരെ കൊണ്ടെത്തിച്ചു എന്നതാണ് യാഥാസ്ഥിതിക പൗരോഹിത്യം സമുദായത്തിന് നൽകിയ ഹീനമായ സംഭാവന. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഖബറിടത്തിൽ മനമുരുകി സങ്കടങ്ങൾ അർപ്പിക്കുന്നവർ റുകൂഅ്, സുജൂദുകൾ നിർവഹിക്കുകയും അതിനായി ഊഴം കാത്തു നിൽക്കുകയുമാണ് ഇവിടെ. വിചാരണ നാളിൽ അല്ലാഹുവിന്റെ സവിധത്തിൽ നിത്യയാതനയുടെ നരകത്തിൽ നിന്നും ഒരിക്കലും കരകയറാത്ത വിധം മനുഷ്യരെ നിത്യനാശത്തിലേക്ക് നയിക്കുന്നത് ഈ പൗരോഹിത്യത്തിന്റെ അടിസ്ഥാനരഹിതമായ ഫത്വകൾ തന്നെ എന്നതിന് ഈ ഉദാഹരണം തന്നെ ധാരാളം.